വാർമൃതങ്കാതിവാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ മീനിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഹലോ, കുറേ നാൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ. നമ്മൾ ഇതിനകത്ത് പെറ്റ്സിൻ്റെ അതുപോലെ നമ്മൾ കുറച്ച് മീനുകളെ മേടിക്കുന്നുണ്ട്, നമുക്ക് വാവാച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനുള്ളത് ലുലുവിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ മീനുകളെ പർച്ചേസ് ചെയ്യുന്നതും കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കയറുമ്പോൾ ആദ്യമൊക്കെ തന്നെ അതേ കുറേ മീനുകളുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ പേരറിയാവുന്നൊരു താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പോയി കിടക്കുകയാണ് കേട്ടോ. വേറെ റൈറ്റ് ഇതൊക്കെ അല്ലാണ്ട് ഈ ഒരു അക്വേറിയത്തിനകത്ത് മറൈൻ ഫിഷസ് ആണ്. നല്ല ഭംഗിയുള്ള മീനുകൾ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നതുകൊണ്ട് റേറ്റ് കുറഞ്ഞതുകൊണ്ട്, അപ്പം അത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ സൈഡിലോട്ട് വന്ന് നമ്മുടെ സാധാ അക്വേറിയം ഫിഷസ് ആണ്. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഷാർക്ക് ഉണ്ടായിരുന്നു, അതേപോലെ കാർപ്പ് ടൈപ്പ് മീനുകളുണ്ടായിരുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള ഗപ്പീസ് അരുവല്ല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. പിന്നെ മെയിനായിട്ട് സക്കരകൂട്ടന്മാരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഗപ്പിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ അവിടെ വന്നത്. സോ അപ്പം അതിനകത്ത് ആൽബിനോ റെഡ് കിടപ്പുണ്ടായിരുന്നു. ഫുൾ റെഡിനെ എടുക്കുകയാണ് കേട്ടോ ആൽബിനോ. എൻ്റെ ഹെൽത്തിന് എന്തോ ഒരു ചെറിയത് തോന്നുന്നുണ്ട്, എന്നാലും നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. നമ്മുടെ കടയിലൊക്കെ അപേക്ഷിച്ച് ലുലുവിൽ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഞാൻ പറയാവേ, ഇതിൻ്റെ റേറ്റ് ലാസ്റ്റ് ഞാൻ പറയാം. നല്ലൊരു ഫീമെയിലിനെ കൂടെ എടുത്തു അല്ലേ, എനർജി ആയിട്ടുള്ള അതിനെടുത്തു. ഈ ഒരു തത്തയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അക്യൂറത്തിനകത്തുനിന്ന് പോക്കിയൊക്കെ വരുന്നു. സോ അപ്പം എന്താണെന്നുള്ളത് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. ഇതെന്തായിട്ടോ ഈ പോക്ക് വരുന്നത്? സംഭവം നല്ല രസമുണ്ട്. സംഭവം എന്താണെങ്കിലും ഇത്രയും സെറ്റിന് നല്ല വില വരുന്നുണ്ട് കേട്ടോ, അതൊരു വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു ഐറ്റം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെ ആയിരിക്കും നമ്മുടെ അക്വേറിയത്തിനകത്ത്. അതേപോലെ അതാ ഇപ്പുറത്തെ ഒരു സൈഡിൽ വേറൊരു സാധനം കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സിനകത്ത് അണ്ണാനെ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതിനകത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു അക്വേറിയം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഫ്രിക്കൻ ഇതാണോ ആഫ്രിക്കൻ പാർ മറ്റൊരു അക്വേറിയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഫൈറ്റർ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ആ കല്ലിൻ്റെ ഇടയ്ക്ക്. അതേപോലെ തന്നെ വേറൊരു മീനും കൂടെ കിടപ്പുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതേപോലെ ഇരിക്കുന്ന നമ്മളൊരു മീനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സിൽവർ ഷാർക്കാണ്, പക്ഷേ ഇതെന്തോ ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. സോ പക്ഷേ ഈ പ്ലാന്റ്സിന് 300 രൂപ. അതേപോലെ പല റേഞ്ചിലുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതിനകത്തെല്ലാം ടിഷ്യൂ കൾച്ചർ ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. നമ്മളിത് ആ മീനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ മീനെ മേടിച്ചെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വാവാച്ചിയുടെ റിയാക്ഷൻ നോക്കാം. പക്ഷേ മീനെ മേടിച്ചെന്നുള്ള കാര്യം വാവാച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. മറ്റുള്ള സാലഡും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. പക്ഷേ നിങ്ങൾ കാണുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. സോ അപ്പോൾ ഇനി ഇതിൻ്റെ റിയാക്ഷൻ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറേലെങ്ങാനും വെക്കാം. ഇതുകൊണ്ടില്ലേ നിറഞ്ഞിരിക്കും സാധനങ്ങൾ. ഇതെവിടെ വെക്കും? വീട്ടിൽ വരെ എത്തിയാൽ മതിയായിരുന്നു. അതേ ഉള്ളൊരു ഇത്. അപ്പോൾ നമുക്കിവിടെ വെക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും ലീക്കാകത്തില്ലായിരിക്കും. അതിൻ്റെ രീതിയിലാണ് കെട്ടിയേക്കുന്നത്. അപ്പം ബാഗ് ഫുള്ള് ലോഡഡാണ്. നമ്മൾ മേടിച്ച ഈ പെയർ മീനിൻ്റെ വില വരുന്നതെന്ന് വെച്ചാൽ ഫുൾ റെഡാണ് കേട്ടോ. അതായത് ആൽബിനോ റെഡ് അതാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം 80 രൂപയാണ് പെയറിന് വരുന്നത്. നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപയാണ് വില വരുന്നതെന്നുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതായിരുന്നു കേട്ടോ കട. അപ്പോൾ നമ്മളിത് ലുലുവിൽ നിന്ന് ഇറങ്ങുകയാണ്. ലുലുവിൻ്റെ എൻട്രി വശമായിരുന്നു കേട്ടോ. ബ്രീഡിങ് കുറച്ച് ടാസ്ക്കാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മേടിക്കാതെ കേട്ടോ. പിന്നെ അതേപോലെ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സോ നല്ല രസമുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ പേര് അറിയാവുന്ന താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ മറന്നുപോയി. സോ അപ്പം ഇത് പിന്നെ നമ്മുടെ സ്വന്തം ഫൈറ്റർ. നമ്മൾ പണ്ട് തൊട്ടേ പരീക്ഷിക്കുന്ന ഒരു മീനാണ്. പിന്നെ ശൃംബിള് കിടപ്പുണ്ട് ഇവിടെ, കണ്ടില്ലേ?
ചെമ്പുകൾ പല കളറിലുണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെളിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അപ്പം നമുക്കിനി ഇറങ്ങാം കേട്ടോ. എൻ്റെ നടു പൊടിഞ്ഞ് ബാഗ് തൂക്കിയിട്ട് ഗൈസ് അങ്ങനെ വീട്ടിലെത്തി. ഇപ്പോൾ വീട്ടിൽ സമയം ഏകദേശം വന്നപ്പോൾ 9 മണിയാകാറായി കേട്ടോ. ഒരു പരുവായി എന്ന് വെച്ചാൽ ഒരു പരുവായി. അവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. ഇനി നമ്മുടെ ആ മീനിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. വാവാച്ചി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. വാവാച്ചി ട്യൂഷന് പോയേക്കാണ്. അവളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ട്യൂഷന് പോകും. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഇത്ര ടൈമായിട്ട് വന്നിട്ടില്ല. അതെന്തായാലും കാര്യമായിട്ട്, കാരണം ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെയാവും, മീൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലല്ലോ. നമുക്ക് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ വെച്ച പോലെ തന്നെ അതാ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒന്നും സംഭവിച്ച് കാണല്ലേ ആണ്. അയ്യോ, ഇതിനകത്ത് മീനെ കാണുന്നില്ല. ആ ഉണ്ട് 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 ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേറെ ഇതാണ് സ്ട്രെസ്സായിട്ടുണ്ടായിരിക്കും, കാരണം ഇത്രയും യാത്രയും അതേപോലെ തന്നെ വണ്ടി കുലുക്കവും കട്ടറും എല്ലാത്തിലും വീണതല്ലേ. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിനകത്തൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം കുറേ നേരം കൊണ്ടിരിക്കുമല്ലേ, ഏകദേശം ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇതിനകത്തൊന്ന് മാറ്റണം. ഇപ്പം എത്തിയേ ഉള്ളു. വാവാച്ചി വ്ളോഗ്സ് അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞത് പറന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ് മഞ്ഞക്കിളിക്കകത്ത്. ഇത് നമ്മൾ മേടിച്ച കുബൂസാണ് കേട്ടോ. പിന്നെ വേറൊരു കുബൂസ്, പിന്നെ നമ്മളുടെ കേക്ക് വലിയ സീനായിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ മേടിച്ച പോലെ തന്നെ സൈഡൊക്കെ ഇച്ചിരി ഇതായിട്ടുണ്ട്. ടേസ്റ്റ് ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. വലിയ പണിയൊന്നും കിട്ടിയില്ല. തൊട്ടിരിക്കട്ടെ. പിന്നെ നമ്മൾ മേടിച്ചത് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ, ഞാൻ തന്നെ കണ്ടുപിടിച്ച അവിടുന്ന് സാധനം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം സലാഡ്. കാരണം അവിടുന്ന് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ. ഞാൻ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. സോ അപ്പം ഞാനായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സലാഡാണ്. പക്ഷെ വണ്ടിയിൽ ഇത് മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട്, മൊത്തം കുഴഞ്ഞൊരു പരുവായിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നിനക്ക് ഞാൻ എന്ത് പറഞ്ഞ വലിയ പാക്കറ്റ് അത് അവിടെ നിൽക്കി, അവിടെ അങ്ങോട്ട് മാറി. ഒരു പേര് സിലോപ്പിയ. വിശ്വാസി മീന്. ഞാൻ മീൻ മേടിക്കാനാണല്ലോ ലുലുവിൽ പോകുന്നത്. അടുത്ത ഒരു പേര് സിലോപ്പിയ. മീനായിട്ട് പിള്ളേർക്ക് കൊടുക്കാമല്ലോ. കൈസ ഇവളിപ്പോ മെയിനായിട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പിള്ളേർ ഇവിടെ മീൻ മേടിക്കാൻ വരും. അപ്പം ഇവളാണെങ്കിൽ ഈ മിക്സഡ് കെപ്പീസിനെ പല റേറ്റിനായിട്ട് കൊടുക്കും കേട്ടോ. അതായത് 30 രൂപ, 35 രൂപ, 20 രൂപ, അങ്ങനെ ഓരോ റേറ്റിനകത്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ മെയിനായിട്ട് ഇവർക്ക് കവറില്ല, ഒന്നിനും കൊടുക്കാനായിട്ട് കവറില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ ഞാനത് പറയാം, അതിനകത്ത് കൊടുത്തോളാൻ പറഞ്ഞത്. സോ അപ്പൊ ഇനി നമുക്ക് അടുത്ത 3ാമത്തെ നമുക്ക് പാക്കറ്റ് നമുക്ക് എടുക്കാം. ഗേഷ് ഞാൻ ഒരു സാധനം കൂടെ മേടിക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമ്മൾ ആ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു മറ്റേ ഒരു മുയൽ കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മേടിക്കണമെന്ന് വിചാരിച്ചാണ്. അത് ഒരെണ്ണത്തിന് 500 രൂപയാണ് അവർ പറഞ്ഞത്. കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ചെന്ന ഉടനെ എൻ്റെ ആള് ഭയങ്കര ഉറക്കമായിരുന്നു. പക്ഷെ അതിനെ മേടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് കയറി വൈകുന്നേരം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം എല്ലാം മിക്കതും ആൾക്കാർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിന് ലുലുവിൽ അതിന് മേടിച്ചാണ്. ഇപ്പൊ സന്തോഷമായോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവാച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്
പിന്നെ വാവാച്ചി ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവള് ഇതേപോലെ മീനെ കൊണ്ടുവരും എന്നുള്ള, എവിടെ പോയി കഴിഞ്ഞാലും മീനെ കൊണ്ടുവരും എന്നുള്ളൊരു ആകാംക്ഷ അതേപോലെ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടും പിന്നെ അവള് ഈ പ്രതീക്ഷ കേട്ടോ. കാരണം ലുലുവിൽ പോയി കഴിഞ്ഞാൽ സാധാരണ മീനെ കൊണ്ടുവരും എന്നുള്ള കാര്യം ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല അല്ലേ. ഇത് ഞാൻ നോക്കാം, ഞാൻ ഉണ്ടാക്കിയതിന്റെ ഞാൻ തന്നെ നോക്കാം. കണ്ടില്ലേ ഒരു വെറൈറ്റി മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് കിടന്നോണ്ടേ ആ എയറിൽ പ്രസ്സായി കിടന്നോണ്ട് മൊത്തത്തിൽ ആ മണമായിട്ട് എല്ലാത്തിനും കൂടെ പിടിച്ചു കാണും. ചിക്കൻ അല്ലേ? അപ്പൊ ഇതിനകത്ത് തക്കാളി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മിക്ക പച്ചക്കറികളും ഉണ്ടായിരുന്നു. നമ്മൾ മിക്ക സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആപ്പിളും ഉണ്ടായിരുന്നു. ഇത് കുഴപ്പമില്ല കേട്ടോ. അതിനകത്ത് സീരിയൽ നടക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. സോ അപ്പം ഞാൻ ഉണ്ടാക്കിയ സലാഡ് അടിപൊളിയാണ്. അടിപൊളിയല്ലേ? താങ്ക് യു. പിന്നെ മൊത്തത്തിൽ ഒന്ന് കുഴഞ്ഞു പോയെന്നുള്ള മാത്രമല്ല, അത് നമ്മുടെ വണ്ടിക്കകത്ത് കുലുങ്ങിയതായതാണ് കേട്ടോ. ബ്രേക്കില്ലേ? പൊട്ടില്ലേ? ആ അടിപൊളി. അപ്പൊ ഇതിലാണ് പോന്നേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ മീനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞില്ലല്ലോ ഇന്നലെ, വ്യക്തമായിട്ട് പറഞ്ഞില്ലല്ലോ. വ്യക്തമായിട്ട് പറ. ഭയങ്കര ഇഷ്ടമായി. പിന്നെ മറ്റേ അവിടെ ഇടാൻ പറ്റത്തില്ല, മിക്സ്ഡ് ഇടാൻ പറ്റത്തില്ല. മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ കിടക്കുന്നത് അവർക്ക് ഫംഗസ് പിടിക്കും. നമുക്ക് വേറെ ടാങ്കിനകത്ത് അല്ല. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു മീൻ എത്ര രൂപ വരും പറ? അത് ലുലുവിന്ന് മേടിച്ചുകൊണ്ട് ആ ഒരു മീനിന് എത്ര രൂപ വരും? 250-150 നമ്മുടെ ഇവിടെ എത്ര രൂപ ഉണ്ടായിരുന്നു? 150-200 രൂപ. ആണോ? ഇപ്പൊ ലുലുവിന്ന് മേടിച്ചാണ്ടോ? ആ മീന് എത്ര രൂപ ഉണ്ടെന്ന് അറിയാം? 80 രൂപയുണ്ട്. 80 രൂപയുള്ളതിന്. വേറെ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മീന് എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു പേര് മേടിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് മേടിച്ചത് കേട്ടോ. ആ ഒരു വെറുതെ മേടിച്ചോണ്ട് വന്നിട്ട് ചിലപ്പോൾ ചത്തു പോകുന്ന എന്തിനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പേര് മേടിച്ചത്. എന്നാ വിട്ടോ. ഓക്കെ, വലൈക്കും സലാം. അപ്പോൾ ഈ ഒരു ബക്കറ്റിനകത്താണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ നമ്മൾ ഇട്ടിരുന്നത്. സോ അപ്പോൾ ഇതിനകത്തെ മീനിൻ്റെ കാര്യങ്ങളെല്ലാം നാളത്തെ ഒരു വീഡിയോക്കകത്ത് വരുന്നതാണ് കേട്ടോ. വേറൊരു വീഡിയോക്കകത്ത് നമുക്ക് ചെയ്യാം. ആ മീനാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ ഗപ്പിയും സാരുവാലിനും അതേപോലൊക്കെ ഒരു ടൈപ്പ് മീനാണ്. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നതും അതേപോലെ മുട്ടയിട്ടാണ് കേട്ടോ ആ മീനുകളെല്ലാം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോയിൽ വരും. ഇപ്പോൾ ഓക്കെയാണ്. എഴുത്തൊക്കെ വാവാച്ചി പറഞ്ഞു ഇതേപോലെ ഈ മീന് അതിൻ്റെ ആ ഒരു സൈഡിലത്തെ ഇയറിൻ്റെ അവിടെ ചെറിയ ഫംഗസ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ മിക്ക മീനുകളും താഴെ ചത്ത് കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്ഷീണിത ഒരു അവസ്ഥയിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഷോപ്പിൽ നമ്മൾ മിക്കപ്പോഴും മേടിക്കുമ്പോഴത്തേക്ക് ഒന്നി ഫംഗസ് പിടിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. കാരണം മറ്റുള്ള മീനുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അപ്പം ഈ ഒരു മീനും അതേപോലെ തന്നെ ചെറിയ ഫംഗസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇതിപ്പോൾ ആക്റ്റീവാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഫീമെയിൽ ഗപ്പിക്കാണ് പ്രോബ്ലം. സാരുവാലിനത്ര പ്രശ്നമില്ല. അപ്പോൾ ഈ റെഡ് ഐ ആയതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് എന്താ പറയുക, അസുഖങ്ങൾ കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ഇൻഫെക്ഷൻ അതേപോലെ തന്നെ ഹെൽത്ത് ഇമ്മ്യൂണിറ്റിയൊക്കെ നല്ല രീതിയിൽ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ മുന്നോട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ 3-4 പേരിനെ മേടിച്ചോണ്ട് വന്നത് എന്തിനാണ് കൊന്നു കളയുന്നത്? അത് മാത്രമല്ല സെയിം ആണ് അവിടെ കിടക്കുന്നത്, ഫുൾ റെഡ് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പേര് നമ്മൾ മേടിച്ചത്.